ഷോ മീ യുവർ വൂണ്ട്സ്, ദെൻ ഐ വിൽ സേ ഹു യു ആർ. നിന്റെ മുറിവുകൾ കാണിക്കുക, നീ ആരാണെന്ന് ഞാൻ പറയാം. തോമാസ് ശ്ലീഹായുടെ ഒരു ശാഠ്യമുണ്ട്. മുറിവേറ്റവനെ എനിക്ക് കാണണം, അവൻ്റെ മുറിവുകളിൽ എൻ്റെ വിരൽ ഇടണം. അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിശ്വാസത്തിൻ്റെ ആവശ്യകതയാണ്. കർത്താവ് അവൻ്റെ പിടിവാശിക്ക് മുമ്പിൽ അത് സാധിച്ചു കൊടുക്കുന്നു. ക്രിസ്തുവിനെ തൊട്ടറിയുന്ന തോമാസ് തൻ്റെ ജീവിതത്തിലും അതേപോലെ തന്നെ ക്രിസ്തു സഹിച്ചതുപോലെ മുറിവുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യനായിട്ട് മാറുന്നു. ഫുൾട്ടൻ ജേഷൻ മെത്രാൻ ഇങ്ങനെ പറയുന്നുണ്ട്: ക്രിസ്തു സ്വർഗത്തിൻ്റെ വാതിൽക്കൽ കാത്തു നിൽക്കുന്നു, തനിക്ക് വേണ്ടി സഹിച്ചതിൻ്റെ മുറിവുകൾ പരിശോധിക്കാൻ. ഒരു വ്യക്തിക്ക് വിശ്വാസത്തിൽ വളരണമെങ്കിൽ ക്രിസ്തുവിനോട് വ്യക്തിപരമായ ബന്ധമുണ്ടായിരിക്കണം. തോമാസ് ശ്ലീഹ ഈ ബന്ധം നേടിയെടുത്തു. കൺവെൻഷൻ പന്തലുകളിൽ എല്ലാവരും പറയുന്നത് പോലെ ഹല്ലേലൂയ പറഞ്ഞതുകൊണ്ട് വിശ്വാസം വർദ്ധിക്കുന്നില്ല. ഒറ്റയ്ക്കിരുന്ന് ഏകാന്തതയിൽ പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ വിശ്വാസമെന്ന പുണ്യം നമുക്ക് ലഭിക്കുക. മറ്റുള്ളവരെ കണ്ടുകൊണ്ടോ വെറുമൊരു ആവേശം കൊണ്ടോ വിശ്വാസ ജീവിതം ജീവിക്കാൻ ആർക്കും സാധിക്കില്ല. അതിന് ക്രിസ്തുവിനെ അനുഭവിച്ച് അറിയണം. എന്തെങ്കിലും പഠിച്ചതുകൊണ്ടോ ഉന്നത സ്ഥാനീയരായതുകൊണ്ടോ വലിയ ആളുകളുമായിട്ട് പരിചയമുള്ളതുകൊണ്ടോ ക്രിസ്തീയ ജീവിതം പുലരാൻ നമുക്ക് സാധിക്കില്ല. അതിന് ക്രിസ്തുവാനുഭവം വേണം. സ്നേഹവും കരുണയും ഉള്ളിൽ വേണം. സ്നേഹവും കരുണയും ഇല്ലാതെ അധിക നാൾ വെറുതെ അഭിനയിച്ച് പിടിച്ചു നിൽക്കാൻ നമുക്കാർക്കും സാധിക്കില്ല. വീട് പണിക്കുള്ള ലോൺ എടുക്കാൻ ബാങ്കിൽ ചെന്നതാണ് അയാൾ. വീട് പണിക്ക് ലോണിനായി വന്നതാണ് അയാൾ. ഈട് ഒന്നുമില്ല. മാനേജർ പറഞ്ഞു, ഈട് ഒന്നുമില്ലെങ്കിൽ ഞാൻ നടത്തുന്ന ടെസ്റ്റിൽ വിജയിക്കണം, തോറ്റാൽ ഈ വഴി വരണ്ട. മാനേജർ പറഞ്ഞു, എൻ്റെ 2 കണ്ണുകളിൽ ഒരു കണ്ണ് കൃത്രിമമാണ്, അത് ഏതാണെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉടനെ ലോൺ തരാം. അയാൾ പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞു, അങ്ങയുടെ വലത് കണ്ണ്. മാനേജർ പറഞ്ഞു, ശരിയാണ്, ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഈ ഉത്തരം കിട്ടിയത്? അയാൾ പറഞ്ഞു, അങ്ങയുടെ വലത് കണ്ണിൽ ഇടത് കണ്ണിലുള്ളതിനേക്കാൾ സ്നേഹവും കരുണയും നിലനിൽക്കുന്നുണ്ട്. അതിന് അധികം സമയമൊന്നും വേണ്ട സാറേ. ഉള്ളിൽ സ്നേഹമില്ലാതെ ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. ഷോ മീ യുവർ വൂണ്ട്സ്, ദെൻ ഐ വിൽ സേ ഹു യു ആർ. നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സഹിച്ചതിൻ്റെ മുറിവുകൾ കാണിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ആത്മാർത്ഥതയില്ലാതെ സ്നേഹമെന്നൊക്കെ പറഞ്ഞ് എത്ര നാൾ മുന്നോട്ട് പോകും? വിചിന്തനം ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ.